വനംവകുപ്പ് ഓഫീസിലെ ഭീഷണി വിവാദത്തിന്റെ ജില്ലാ കളക്ടറുടെ ടീമിനെതിരെ കളിക്കളത്തിലിറങ്ങി KU ജനീഷ് കുമാർ MLA. വാശിയേറിയ പോരാട്ടത്തിൽ 12 റൺസുകൾക്ക് MLA's 11 തോറ്റു. ആദ്യം ബാറ്റിംഗ് കിട്ടിയതിന്റെ ആവേശം കെട്ടടങ്ങും മുൻപാണ് കളത്തിൽ നിന്നും നായകൻ പുറത്തായത്. ആദ്യ വിക്കറ്റ് നഷ്ടത്തിന് ശേഷം ക്രീസിലിറങ്ങിയ കളക്ടർക്ക് നേടാനായത് 3 റൺസുകൾ മാത്രം. ഓവറിൽ 50 റൺസുകളാണ് കളക്ടേഴ്സ് 11 സ്വന്തമാക്കിയത്. നേരത്തെ തുടങ്ങി വെച്ച ആ ഒരു കണ്ടം ക്രിക്കറ്റ് എന്നുള്ള ഇതിൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെയാണ് ഈ ഒരു മത്സരവും നടക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ഒത്തിരി കുട്ടികളും മുതിർന്നവരെല്ലാവരും വീണ്ടും പാടത്തേക്കും പറമ്പത്തേക്കും മടങ്ങി വരുന്നു എന്നുള്ളൊരു കാര്യം വളരെ ഒരു സന്തോഷവും നമുക്ക് ബാക്കിയുള്ളവർക്ക് പ്രചോദനം നൽകുന്നൊരു കാര്യമാണ്. ഞാൻ പണ്ട് കളിക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നാളായി കളിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ ഗ്രൗണ്ടുകളിൽ പോയി കളിച്ച് ഇപ്പോൾ എനിക്ക് പത്തനംതിട്ടയിലെ പല ഗ്രൗണ്ടുകളും ഇപ്പോൾ സുപരിചിതമാണ്. രണ്ടാമത് ബാറ്റിംഗിനിറങ്ങിയ MLA's 11 കളി പാതി പിന്നിട്ടപ്പോഴേ വിജയപ്രതീക്ഷ നഷ്ടമായി. 4ാമത്തെ ഓവറിൽ അവസാനത്തെ പന്താണ് MLAയുടെ വിക്കറ്റ് കൊണ്ടുപോയത്. 4ഉം 6ഉം അടക്കം 12 റൺസുകൾ ജനീഷ് കുമാർ നേടി. റൺസുകൾക്ക് കളക്ടേഴ്സ് 11 വിജയം. ഇത് സൗഹൃദ മത്സരം മാത്രമാണ്. ലഹരിക്കെതിരായിട്ടുള്ള കളി നാളുകളിലും തുടരും. വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു. ജയിച്ച ടീമിന് തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ സമ്മാനം നൽകി. ലഹരിക്കെതിരായ സന്ദേശത്തിന്റെ ഭാഗമായി SNDP യൂത്ത് മൂവ്മെന്റാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കിഴക്കുപുറം SNDP യോഗം കോളേജ് മൈതാനത്തായിരുന്നു മത്സരം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.